കോഴിക്കോട് നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. സർവീസ് സമയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചത്. പിടിച്ചുമാറ്റാൻ ചെന്ന ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 4 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളാണ്. ബസ് നിർത്തിയിട്ടിട്ട് തമ്മിൽ മുഹമ്മദ് ഷഹീദ് ചെയ്യുന്നുണ്ട്. ഷഹീദ്, വല്ലാത്ത കസർത്താണ് നടുറോഡിൽ നടക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ഈ മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സംഭവങ്ങൾ, കൂട്ടത്തല്ലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ സംഭവമല്ല ഇതിപ്പോൾ. ഇതെന്താണ് ഉണ്ടായത്? ഏതൊക്കെ ബസ് ജീവനക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? പോലീസ് അവിടേക്ക് എത്തുന്നതായി ദൃശ്യങ്ങളിൽ ഒരാളെത്തുന്നതായി കാണുന്നുണ്ട്. കോഴിക്കോട് മാമൂർ ജംഗ്ഷനിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. സിറ്റിയിൽ ഓടുന്ന ബസ്സിലെ ജീവനക്കാർ തമ്മിൽ സർവീസിന്റെ സമയവുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവും ഉണ്ടായി. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ. ഇത് പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്ന ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് പോലീസും മറ്റു ഡ്രൈവർമാരും ജീവനക്കാരും ഒക്കെ ചേർന്നാണ് രംഗം ശാന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും 4 പേർക്കെതിരെ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബസ് ജീവനക്കാരായ രജീഷ് ബാബു, ഷാജഹാൻ, വിശാഖ്, മുഹമ്മദ് സൽമാൻ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റ് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കൊക്കെ തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഈ ബസ്സിൽ ഈ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഫാന്റസി, കടുപ്പയിൽ എന്നീ 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീഷ്. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കയ്യാങ്കളി നടുറോഡിലാണ്. ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പുതിയ സംഭവമല്ല. ഇത് മുൻപും നമ്മൾ കോഴിക്കോട് നിന്ന് എത്ര സംഭവം ഉണ്ടായിട്ടെങ്കിലും ഇപ്പോൾ മൺപിടുത്തം തന്നെ നടക്കുകയാണ്. റൂട്ടുമായി ബന്ധപ്പെട്ട്, സർവീസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അക്രമം നടുറോഡിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പോലീസുകാരൻ അവിടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമാണ് നടപടികൾ ഉണ്ടായത്.